ഹായ് എവരി വൺ. സോ PMP-യിൽ ഫോർമുല ബേസ്ഡ് കോർ ടോപ്പിക്സിനെ പറ്റി പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് EVM, അതായത് ഏൺഡ് വാല്യൂ മാനേജ്മെൻറ്റ്. സോ പല ആൾക്കാർക്കും ഇത് കണ്ടിട്ട് പേടിക്കും, ബിക്കോസ് ഫോർമുലാസ് കൂടുതലുണ്ടെന്ന് തോന്നും. പക്ഷേ വൺസ് ലോജിക് മനസ്സിലായാൽ വളരെ ഈസി ആയ ഒരു ടോപ്പിക്കാണ്. സോ EVM എന്ന് പറഞ്ഞാൽ ബേസിക്കലി പ്രൊജക്റ്റിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തഡാണ്. സോ ഇതിന് 3 കോർ വാല്യൂസിനെ ബേസ് ചെയ്താണ് EVM നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒന്ന് PV, അത് മീൻസ് പ്ലാൻഡ് വാല്യൂ. സോ ഈ പോയിന്റ് വരെ നമ്മൾ പ്ലാൻ ചെയ്ത വർക്കിൻ്റെ വാല്യൂ എത്രയാണ്. നെക്സ്റ്റ് വൺ ഇസ് EV, ദാറ്റ് മീൻസ് ഏൺഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ കംപ്ലീറ്റ് ആയ വർക്കിൻ്റെ വാല്യൂ. ദെൻ നെക്സ്റ്റ് വൺ ഇസ് AC, മീൻസ് ആക്ച്വൽ കോസ്റ്റ്. സോ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ റിയലായി സ്പെൻഡ് ചെയ്ത കോസ്റ്റ് എത്രയാണ്. സോ ഇപ്പോൾ നമുക്കൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ എടുക്കാം. സപ്പോസ് ഒരു പ്രൊജക്റ്റിൻ്റെ ടോട്ടൽ ബഡ്ജറ്റ് $100,000. ഓക്കെ, സോ പ്രൊജക്റ്റിൻ്റെ മിഡ് പോയിന്റിൽ എത്തുമ്പോൾ പ്ലാൻ പ്രകാരം 50% വർക്ക് കംപ്ലീറ്റ് ആവണം. അങ്ങനെയാണെങ്കിൽ പ്ലാൻഡ് വാല്യൂ ഹാഫ് ഓഫ് $100,000. ഇറ്റ് മീൻസ് ഇറ്റ്സ് ഈക്വൽ ടു $50,000, ബിക്കോസ് പ്ലാൻ പ്രകാരം ഈ സ്റ്റേജിൽ 50% വർക്കാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ദെൻ പക്ഷേ ആക്ച്വൽ പ്രോഗ്രസ് നോക്കിയാൽ ടീം ഒരു 40% വർക്കേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഏൺഡ് വാല്യൂ 40% ഓഫ് 100,000 ഈക്വൽ ടു $40,000. സോ നൗ ആക്ച്വൽ സ്പെൻഡ് ചെയ്ത എമൗണ്ട് എത്രയാണെന്ന് നോക്കണം. 40% വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 45,000 ആണ് സ്പെൻഡ് ചെയ്തതെന്ന് വിചാരിക്കുക. സോ ആക്ച്വൽ കോസ്റ്റ് ഈക്വൽ ടു $45,000. സോ ഇപ്പോൾ നമുക്ക് മെയിൻ ഫോർമുലാസ് അപ്ലൈ ചെയ്ത് തുടങ്ങണം. സോ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എടുക്കുന്നത് കോസ്റ്റ് വാരിയൻസ്. CV ഈസ് ഈക്വൽ ടു EV മൈനസ് AC. ഓക്കെ, EV എന്ന് പറഞ്ഞാൽ ഏൺഡ് വാല്യൂ, AC എന്ന് പറഞ്ഞാൽ ആക്ച്വൽ കോസ്റ്റ്. സോ EV ഈസ് ഈക്വൽ ടു $40,000, ആക്ച്വൽ കോസ്റ്റ് 45,000. സോ 40,000 മൈനസ് 45,000 ഈക്വൽ ടു മൈനസ് $5,000. സോ ഇതിൻ്റെ മീനിങ് എന്താ? നെഗറ്റീവ് വാല്യൂ ആണ്. സോ പ്രൊജക്റ്റ് ഇപ്പോൾ ഓവർ ബഡ്ജറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുന്നത് ഷെഡ്യൂൾ വാരിയൻസ്, SV എന്ന് പറയും. സോ SV ഈക്വൽ ടു EV മൈനസ് PV, ഏൺഡ് വാല്യൂ മൈനസ് പ്ലാൻഡ് വാല്യൂ. സോ ഏൺഡ് വാല്യൂ എന്ന് പറയുന്നത് $40,000, പ്ലാൻഡ് വാല്യൂ എന്ന് പറയുന്നത് $50,000. സോ 40,000 മൈനസ് 50,000 ഈക്വൽ ടു മൈനസ് 10,000. സോ ഇതിൻ്റെ മീനിങ് എന്താ? പിന്നെയും നെഗറ്റീവ് വാല്യൂ വന്നു. സോ പ്രൊജക്റ്റ് ബിഹൈൻഡ് ഷെഡ്യൂളാണ്. സോ പ്ലാൻ ചെയ്തതിനേക്കാൾ കുറവ് വർക്കാണ് കംപ്ലീറ്റ് ആയിരിക്കുന്നത്. മൂന്നാമത്തെ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് പെർഫോമൻസ് ഇൻഡെക്സ് എന്നാണ്. CPI ഇസ് ഈക്വൽ ടു EV ഡിവൈഡഡ് ബൈ AC. സോ EV ഏൺഡ് വാല്യൂ എന്ന് പറയുന്നത് $40,000, AC എന്ന് പറയുന്നത്, അതായത് ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്നത് $45,000. സോ 40,000 ഡിവൈഡഡ് ബൈ 45,000 ഇറ്റ്സ് ഈക്വൽ ടു 0.89. ഓക്കെ, സോ CPI 1-ൽ താഴെയാണ് വന്നിരിക്കുന്നത്, അതായത് കോസ്റ്റ് എഫിഷ്യൻസി വീക്കാണ്. സോ എവറി ₹1 സ്പെൻഡ് ചെയ്യുമ്പോൾ 0.89 rupee, ഓർ എവറി $1 സ്പെൻഡ് ചെയ്യുമ്പോൾ $0.89 വർത്ത് വാല്യൂ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. നെക്സ്റ്റ് കാൽക്കുലേഷൻ ഷെഡ്യൂൾ പെർഫോമൻസ് ഇൻഡെക്സ് ആണ്, S. സോ SPIയുടെ ഇക്വേഷൻ ഈക്വൽ എന്ന് പറയുന്നത് SPI ഈക്വൽസ് EV ഡിവൈഡ് ബൈ PV. സോ EV ഏൺഡ് വാല്യൂ എന്ന് പറയുന്നത് $40,000, PV എന്ന് പറയുന്നത് $50,000. സോ 40,000 ഡിവൈഡ് ബൈ 50,000 ഇറ്റ്സ് ഈക്വൽ ടു 0.8. സോ ഇവിടെയും SPI 1-ൽ താഴെയാണ് വന്നിരിക്കുന്നത്, അതായത് ഷെഡ്യൂൾ പെർഫോമൻസ് വീക്കാണ്. പ്ലാൻഡ് പ്രോഗ്രസിനേക്കാൾ സ്ലോ ആയി പ്രൊജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. സോ ഈ എക്സാമ്പിളിൻ്റെ ഒരു ഫൈനൽ കൺക്ലൂഷൻ എന്താണെന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റ് ഓവർ ബഡ്ജറ്റാണ്, പ്രൊജക്റ്റ് ബിഹൈൻഡ് ഷെഡ്യൂളാണ്, ദെൻ കോസ്റ്റ് എഫിഷ്യൻസി വീക്കാണ്, ഷെഡ്യൂൾ എഫിഷ്യൻസിയും വീക്കാണ്. സോ ഇതിനെ വളരെ സിമ്പിൾ ടേംസിൽ പറഞ്ഞാൽ PV tells what was planned, EV tells what actually earned through a completed work, then AC tells what was actually spent, then CV tells budget side healthy ആണോ അല്ലയോ. ഓക്കെ, SV tells schedule side healthy ആണോ അല്ലയോ. then CPI tells cost efficiency, SPI tells schedule efficiency. സോ ഇതിന് ക്വിക്ക് മെമ്മറി ട്രിക്ക് ഉണ്ട്. സോ നെഗറ്റീവ് വേരിയൻസ് വരുവാണെങ്കിൽ അതൊരു പ്രോബ്ലം ആണ്. ഓക്കെ, ഇൻഡെക്സ് ബിലോ 1 വരുവാണെങ്കിൽ
പ്രോബ്ലം ആണ്. ഇൻഡെക്സ് എബോവ് 1 വരുവാണെങ്കിൽ ബെറ്റർ പെർഫോമൻസ്. സോ അതുകൊണ്ട് EVM ഫോർമുല മെമ്മറൈസ് ചെയ്യുന്ന ഒരു ടോപ്പിക് മാത്രമല്ല. സോ പ്രൊജക്റ്റ് ആക്ച്വലി ഹെൽത്തി ആണോ, ബഡ്ജറ്റിലാണോ ആൻഡ് ഷെഡ്യൂളിലാണോ, ഇതൊക്കെ അറിയാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തഡാണ്. സോ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയ ഒരു വീഡിയോ ഉടനെ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു.